നമസ്കാരമുണ്ട്. ബിനിക്കുട്ടനാണോ? നമ്മുടെ ഈ ഓട്ടോ ടാക്സിയുടെ വാഹനങ്ങളുടെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പം നമ്മൾ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വണ്ടിയിൽ ഈ യാത്രക്കാരെ അഥവാ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ വണ്ടി ഫിറ്റ്നസ് അല്ല. പിന്നെ ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ വണ്ടിയുടെ ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ടാക്സിയായിട്ട് ഉപയോഗിക്കാൻ വണ്ടി ഫിറ്റ്നസ് അല്ല. നമ്മൾ ഓട്ടോ ടാക്സി അല്ല, ഏത് ടാക്സിയായാലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വണ്ടി യാത്രക്കാരെയും കൊണ്ട് പോകേണ്ട അവസ്ഥ വന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, യാത്രക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വണ്ടിക്ക് അവർക്ക് ഒരു രൂപ പോലും ഇൻഷുറൻസ് കിട്ടത്തില്ല. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വണ്ടിക്കും ഡ്രൈവർക്കും കിട്ടും. നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ പോലും, നിലവിൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് തന്നെ എടുത്താൽ പോലും യാത്രക്കാർക്ക് എന്തെങ്കിലും പറ്റിയ ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അത് വലിയ കേസാണ്. കാരണം ആ നഷ്ടപരിഹാരം കൊടുക്കാൻ ആ വണ്ടിയുടെ ഓണർ തയ്യാറാവേണ്ടി. നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. അതിനൊക്കെ പറ്റും. അതിനും ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഫൈനുണ്ട്. ആ ഫൈൻ നമ്മൾ അടച്ചാൽ മതിയാവും. അപ്പോൾ അത് അടച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ വണ്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും വണ്ടി യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല ആ ഇൻഷുറൻസ് പരീക്ഷ നൽകുന്നത്. വണ്ടി ടെസ്റ്റിന് വേണ്ടി മറ്റ് ആവശ്യത്തിന് വേണ്ടി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പിന്നെ വണ്ടിയുടെ ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാലും വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. വണ്ടിയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടായാലും വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അറിയാമല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ CF തീർന്ന്, അതായത് ടെസ്റ്റ് ഡേറ്റ് തീർന്ന് കിടക്കുന്ന വണ്ടികൾ യാത്രക്കാരെ ഒരു കാരണവശാലും കയറ്റരുത്. കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ പോലീസെ പിടിച്ചു കഴിഞ്ഞാൽ ഫൈനുണ്ട് 2000 രൂപ യാത്രക്കാരെ കയറ്റിന്. അത് അവർ ഫൈൻ അടിക്കുന്നത് വേറൊന്നിനുമല്ല, ഇങ്ങനൊരു നിയമം ഉള്ളതിൻ്റെ പേരിലാണ്. കാരണം വണ്ടി യാത്രക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം വണ്ടി ഓടിച്ച് നമ്മുടെ നിന്ന് ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, നമ്മുടെ നിന്ന് ഉണ്ടാകുന്ന ഒരു അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ആക്സിഡൻ്റ് ആവണമെന്നില്ല. വേറൊരു വണ്ടി ഇങ്ങോട്ട് ഒന്ന് ഇടിക്കാം. അങ്ങനെ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റിൽ നമ്മുടെ വണ്ടി ഇരിക്കുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. അതിൻ്റെ പേരിൽ പ്രത്യേകം സൂക്ഷിക്കുക. ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കുക. 2, പിന്നെ അതുപോലെ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ അവതരിപ്പിക്കുന്നതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. കാരണം ഒന്നാം നമ്മൾ വണ്ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും വീഡിയോ കൂടുതലും ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിയാമല്ലോ, സാധാരണക്കാരനാണ്. നമ്മൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണിനകത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടിനകത്തും വീഡിയോയുടെ ക്ലാരിറ്റിനകത്തും എന്തെങ്കിലും വിഷയം പറ്റും. പിന്നെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. വണ്ടി ഫീൽഡിലാണ്, അറിയാമല്ലോ. രാത്രി വരെ കിടന്ന് ഓടണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണമെങ്കിൽ എല്ലാം കിട്ടണേ. കാരണം അപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടുതലാണ്, ഓട്ടം കുറവാണ്. പിന്നെ നമ്മൾ ഈ മേഖലത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇതും കൊണ്ട് തന്നെ ജീവിച്ചു പോകേണ്ടി വരും. അതിൻ്റെ പേര് ഇച്ചിരി രാത്രിയൊക്കെ കിടന്ന് ഓടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, വിമർശനങ്ങൾ ചെയ്യാം. വിമർശിക്കണം. തെറ്റുണ്ടെങ്കിൽ വിമർശിക്കുക, ശരിയുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. തെറ്റുണ്ടെങ്കിലും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. കാരണം തെറ്റെന്തുവാ ചൂണ്ടിക്കാണിക്കണം. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും.